കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം. അഴിമതിയുടെ കേന്ദ്രമായി ഓഫീസ് മാറി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ.സി. ശോഭിത, ഡെപ്യൂട്ടി ലീഡർ കെ. മൊയ്തീൻ കോയ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേഷനെ കടന്നാക്രമിച്ചത്. പെൻഷൻകാർക്ക് പെൻഷൻ നൽകിയ വകയിൽ സർക്കാർ കോർപ്പറേഷന് അനുവദിക്കേണ്ട 170 കോടിയുടെ കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. കോർപ്പറേഷൻ ലയൺസ് പാർക്ക്, ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് നവീകരണം ഇവയൊന്നും സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. നഗരത്തിന്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി പദ്ധതികൾ സർക്കാരിന്റെ അംഗീകാരത്തിനായി മാസങ്ങളായി സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. കോർപ്പറേഷന്റെ കാര്യത്തിൽ കടുത്ത അനാസ്ഥയാണ് സർക്കാർ കാണിക്കുന്നത്. 6ാം തവണയും ടെൻഡർ ക്ഷണിച്ച് 13 കോടി രൂപയുടെ കല്ലായിപ്പുഴയിലെ ചെളി നീക്കി നവീകരിക്കുക എന്ന പദ്ധതിക്കും കനോലി കനാൽ നവീകരണ പദ്ധതിക്കും സർക്കാർ അനുമതി നൽകുന്നില്ല. ഞെളിയൻ പറമ്പിൽ സോണ്ട ഇൻഫ്രാടെക് കമ്പനിയെ മാറ്റി പകരം മറ്റൊരു ഏജൻസിയെ നിയമിക്കാനുള്ള തീരുമാനവും ഗവൺമെന്റ് താമസിപ്പിക്കുകയാണ്. ഫണ്ട് ആവശ്യപ്പെടുകയല്ല, കോർപ്പറേഷന് ലഭിക്കേണ്ട 170 കോടി രൂപ ഇതുവരെയും ചില്ലിക്കാശ് ഗവൺമെന്റ് നൽകി. അതുകൊണ്ട് അതിന്റെ ഫലം ഉണ്ടാകുന്നത് 10ാം തീയതി തൊട്ട് കോർപ്പറേഷനിലെ കരാറുകാർ പണിമുടക്കാൻ പോകും. ഏതാണ്ട് 50 കോടി രൂപ അവർക്ക് നൽകാൻ. പെൻഷൻകാർക്ക് പെൻഷൻ നൽകിയ വകയിൽ 170 കോടി രൂപ സർക്കാർ ഇതുവരെ കോർപ്പറേഷന് നൽകിയിട്ടില്ല. റെയിൽവേ ലിങ്ക് റോഡിലെ പാർക്കിംഗ് പ്ലാസ നീണ്ടുപോവുകയാണ്. സൗത്ത് ബീച്ചിൽ കാർ റോഡ് പാർക്കിങ്ങിന് വേണ്ടി തുറമുഖ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കാൻ തയ്യാറായ പദ്ധതി അവതാളത്തിലാണ്. 2017 വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരസ്യ കുത്തക അവകാശം ലേലം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നത് GST നടപ്പാക്കിയതോടെ കഴിയാതെ വന്നു. അതേസമയം തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾക്ക് പകരം ബൈലോ നൽകി അവരുടെ വരുമാനം നികത്താൻ ആവശ്യമായ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. എന്നാൽ കോഴിക്കോടിന്റെ ബൈലോ 1 വർഷത്തിലധികമായി സെക്രട്ടേറിയറ്റിൽ ഫയൽ ഇറങ്ങുകയാണ്. ഇതിനെല്ലാം കോർപ്പറേഷൻ ഭരിക്കുന്നവരുടെ നിരുത്തരവാദിത്തമാണ് കാരണം. ആസൂത്രണ പദ്ധതി വിഹിതമായി ലഭിച്ച ഫണ്ട് യഥാസമയം വിനിയോഗിക്കാൻ കഴിയുന്നില്ല. കോർപ്പറേഷൻ സെക്രട്ടറി നോക്കുകുത്തിയായി. 47,500ഓളം കെട്ടിടങ്ങൾ നികുതി നിർണയത്തിന് പുറത്താണ്. 47,500ഓളം കെട്ടിടങ്ങൾ നികുതി നിർണയത്തിന് പുറത്താണ് എന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയതാണ്. വർഷം തോറും ഈ കണക്കിൽ വലിയ ചോർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പദ്ധതി നിർവഹണം 38.43% മാത്രമാണ്. അഴിമതി കേന്ദ്രമായി കോർപ്പറേഷൻ ഓഫീസ് മാറി. 4,427 കെട്ടിടങ്ങൾക്ക് അനധികൃത നമ്പർ നൽകിയതായി കണ്ടെത്തുകയും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ കാര്യം പരാമർശിച്ചെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഫലപ്രദമല്ല. അതുപോലെ കുടുംബശ്രീ മറ്റൊരു തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറുകയാണ്. നമുക്കറിയാം, ബാക്ക്വേർഡ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള വായ്പ അനുവദിച്ചതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നാണ്. മാത്രമല്ല, നിരവധി ബാങ്കുകളിൽ കോർപ്പറേഷൻ അക്കൗണ്ടുകൾ നിലവിലുള്ളപ്പോൾ ഒന്നും വ്യക്തമായി നിയന്ത്രിക്കാനോ ഏകോപിപ്പിക്കാനോ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. നോൺ ടാക്സിൽ കോടികളുടെ വരുമാന നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കണം. ജൂൺ 16 രാവിലെ 10 മണിക്ക് കല്ലായി പാലത്തിന് സമീപം UDF കൗൺസിലർമാർ ധർണ നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ SK അബൂബക്കർ, MS സുധാമണി, K നിർമ്മല എന്നിവരും പങ്കെടുത്തു.